ബാലസംഘത്തിന്റെ പ്രവർത്തകനായി, ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റായി, സിപിഎമ്മിന്റെ തലശ്ശേരി ഏരിയ സെക്രട്ടറി ദീർഘകാലം പ്രവർത്തിച്ച് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി, സാംസ്കാരിക മേഖലയിലെ ഉറച്ച ശബ്ദമായി ഇന്നും പ്രവർത്തിക്കുന്നു സഖാവ് കാരായി രാജൻ. വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത നിലപാട് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച, RSS ഉൾപ്പെടുന്ന വർഗീയ ശക്തികൾ ഉയർത്തിയ എല്ലാ ഭീഷണിയും അതിജീവിച്ചുകൊണ്ട് തലശ്ശേരിയിലെ പ്രസ്ഥാനത്തെ, പുരോഗമന രാഷ്ട്രീയത്തെ നെഞ്ചുറപ്പോടെ മുന്നോട്ട് നയിച്ച നേതാവിന്റെ പേരാണ് കാരായി രാജൻ. അദ്ദേഹത്തെ പറ്റി എന്താ പറയുന്ന? കൊലയാളി. ഇവരാർക്കും എതിരെ ആദ്യം പറയാ കൊലയാളി. എന്നെ പറ്റിയും പറഞ്ഞു കൊലയാളിയാ. എനിക്കൊരു വായക്കൊല പോലും കൊത്താൻ കഴിയില്ല. എന്നെ ആക്ഷേപിച്ചത് കൊലയാളി. ആക്ഷേപങ്ങൾ ആർക്കെതിരെ ഒരു ചൊരിയും. കാരായി ഒരു തെറ്റായ കേസ് ഉൾപ്പെട്ടു, ശരിയാ. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, കാലം കാരായിയെ മോചിപ്പിക്കും. കുറ്റവിമുക്തനായി കാരായിയും കൊണ്ട് ഞങ്ങൾ കേരളം ആകെ സഞ്ചരിക്കും. കാരണം അത്രമാത്രം ആ മനുഷ്യനെ നിങ്ങൾ വേട്ടയാടി കൊലയാളി എന്ന് വിളിച്ച്. ഫസലിന്റെ കൊലപാതകം ഞങ്ങൾക്ക് ബന്ധമില്ല. ഫസലിന്റെ കുടുംബത്തോടൊപ്പം ആണ് ഞങ്ങൾ. ഫസലിന്റെ സഹോദരങ്ങളുടെ കൂടെ, ഫസലിന്റെ ഭാര്യയുടെ കൂടെ, ഫസലിന്റെ കുടുംബത്തോടൊപ്പം ഞങ്ങൾ ഐക്യപ്പെടുന്നു. ഒരിക്കൽ വളരെ ചെറുപ്പത്തിൽ തന്നെ വിധവയാകേണ്ടി വന്ന സ്ത്രീയുടെ പേരാണ് മറിയു. പക്ഷെ ഞങ്ങൾക്കതിൽ പങ്കില്ല. മറിയുവിനോടൊപ്പമാണ് ഞങ്ങൾ, ഫസലിന്റെ മക്കളോടൊപ്പം ഞങ്ങൾ. കാരണം വളരെ ചെറുപ്രായത്തിൽ ഉപ്പയെ നഷ്ടപ്പെട്ട മക്കളുണ്ട് ഫസലിന്, അവരുടെ കൂടെയാണ് ഞങ്ങൾ. പക്ഷെ എന്തിന് ഞങ്ങളുടെ തലയിൽ വെക്കണത്? ഞങ്ങൾക്ക് എന്തിന് ഞങ്ങളതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം? RSS നടത്തിയ അരുൺ ഗോലയെ കുപ്പി സുബീഷും ഷിനോജും അടങ്ങുന്ന സംഘം എന്ന് പറഞ്ഞു ഞങ്ങളാണ് കൊന്നത്. പക്ഷെ CBI പറയുന്നു നിങ്ങളല്ല കൊന്നത്. കൊന്നവൻ പറയുന്നു ഞങ്ങളാണ് കൊന്നത്. പക്ഷെ CBI പറയുന്നു നിങ്ങളല്ല കൊന്നത്, അവരാണ്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, കാരായി രാജൻ കുറ്റമുക്തനായി കേരളത്തിലെമ്പാടും രാജനെയും ചന്ദ്രശേഖരനും ഞങ്ങൾ ആനയിക്കും. കാരണം ഒരു മനുഷ്യനെ 10 വർഷം വേട്ടയാടി. സ്വന്തം മകളുടെ വിവാഹത്തിൽ അതിഥിയെപ്പോലെ 11:30 താലികെട്ടിൽ 11 മണിക്ക് ആ മനുഷ്യൻ ഒരു അതിഥിയായി എത്തുന്നു. ലോകത്തൊരച്ഛനും ഇത്ര ഗതികേടുണ്ടായിട്ടില്ല. ഇനി ഒരു അച്ഛനും ഇങ്ങനെ ഗതികേടുണ്ടാവാനും പാടില്ല. ആ മനുഷ്യനെ വേട്ടയാടിയവർ ഇപ്പൊ വീണ്ടും വിളിക്കുന്നു കൊലയാളിയെന്ന്. ഞങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ ലീഗിനോട്, ഞങ്ങൾ ഒന്നേ പറയുന്നു ജമാഅത്ത് ഇസ്ലാമിയോട്. മുസ്ലിങ്ങൾ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ്. സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ, അസത്യം പ്രചരിപ്പിക്കാൻ പാടില്ല. ഖുർആൻ പറയുന്നു വമൻ അമൽ മിസ്കാല ദറത്തിൻ ശറൈറ വമൻ അമൽ മിസ്കാല ദറത്തിൻ ഹൈറൈറ. അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ നിങ്ങൾ അനുഭവിക്കും, അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അതും നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നിങ്ങൾ തിന്മ ചെയ്യുന്നു, നിന്മയുടെ പ്രചാരകന്മാരാകുന്നു, അസത്യത്തിന്റെ പ്രചാരകന്മാരായി മാറുന്നു. കാരായിയെ നിങ്ങൾ കൊലയാളി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു. കാലം തെളിയിക്കും ആരാണ് ശരി, ആരാണ് തെറ്റ്. ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങൾ ശരിയാണെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഖാവ് കാരായിയെ ചരിത്രത്തിലെ തലശ്ശേരിക്ക് ലഭിച്ച ഏറ്റവും മികച്ച ഭൂരിപക്ഷം സഖാവ് കോടിയേരിക്ക് ഏറ്റവും മികച്ച ഭൂരിപക്ഷം നൽകി തലശ്ശേരി. കോടിയേരിയേക്കാൾ മികച്ച ഭൂരിപക്ഷം തലശ്ശേരി എനിക്ക് നൽകി. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, എന്നെക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ സഖാവ് കാരായിയെ 16ാം നിയമസഭയിൽ ഞങ്ങൾക്ക് ഇവിടെ തെരഞ്ഞെടുത്തയക്കാൻ സാധിക്കണം. നമ്മുടെ ശബ്ദമായി, തലശ്ശേരിയുടെ ശബ്ദമായി നിയമസഭയിൽ ഗർജിക്കാൻ സാധിക്കുന്ന ശക്തിയും ഇച്ഛാശക്തിയും ധൈര്യവും തന്റേടവും സഖാവ് കാരായിക്കൊണ്ട്. ആ കാരായിയെ നമ്മുടെ പ്രതിനിധിയായി നമുക്ക് തലശ്ശേരിയിൽ നിന്ന് പറഞ്ഞേക്കാൻ സാധിക്കണം. അതിന് നിങ്ങളെ കൊണ്ടാവും വിധമുള്ള എല്ലാ സഹായങ്ങളും, നിങ്ങളുടെ വോട്ട് മാത്രമല്ല, നിങ്ങൾക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്ന അവസാനത്തെ വോട്ടും സഖാവ് കാരായിക്ക് നൽകണമെന്ന് മാത്രം പറഞ്ഞ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.